ഹലോ ഗൈസ്, ഹലോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മളിന്ന് കാർഫോസയിലാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിപ്പോൾ മെയിനായിട്ട് കാർ ഡീലർഷിപ്പാണ്. കാർ ഡീലർഷിപ്പ് തന്നെയാണ്. അല്ലെങ്കിലും ഐ മീൻ ഒരു കാർ മാത്രം നമ്മൾ ഫുൾ മോഡിഫൈ ചെയ്ത് വിറ്റുകൊണ്ടിരിക്കുവാണല്ലോ. അപ്പോൾ നമ്മൾ ഏതൊക്കെ കാർ വിറ്റായിരുന്നു? ഇതൊക്കെ ഒക്കാള കാറാന്ന് തോന്നുന്നു. ഇനി നമ്മൾ ലംബോർഗിനി വിറ്റു. ആദ്യം BMW ഡീലർഷിപ്പ് തുറന്നു, അത് വിറ്റു. പിന്നെ നമ്മൾ ലംബോർഗിനിയാണ് ലാസ്റ്റ് ചെയ്തത്. ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് നമ്മളെത്ത് 4 വണ്ടിയിൽ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വണ്ടി അടാ ഇതെന്താ ഇവിടെ? കൊള്ളാലോ. ഇതേത് വണ്ടി? ഇത് ഞാൻ വിൽക്കാൻ വിട്ടുപോയ വണ്ടി ചേട്ടാ. കാറ് ക്ലീനായി. എന്തായിരുന്നു പെയിന്റ് അടിച്ചേക്കാം തന്നെ. അയ്യോ പഠിച്ച് മതി. ഇത് വിറ്റേക്കാം. യോടാ തട്ടിയ ഇത് ആവശ്യമില്ലേ? വെറുതെ 2 ഓവർ വന്നത്. ഓക്കെ, പെട്ടെന്ന് എടുത്ത് വെക്കാട്ടോ വണ്ടി. ഇത് വിട്ടിട്ട് നമുക്കിന്ന് കാർ ഡീലർഷിപ്പിൽ കാർ മാർക്കറ്റിലൊന്ന് പോയി നോക്കാം. ഏത് വണ്ടിയാ? നോട്ടിൻ ഓഫീസാ? ഇതന്നെ. ഒരു 5 ലക്ഷം കിടക്കട്ടെ. അത് വിൽക്കാൻ കിടക്കട്ടെ. നമുക്ക് കട ക്ലോസ്ഡ് ആണ് എല്ലാവരും. പിന്നെ ഇത് മെയിൻ വണ്ടി ആക്കാനാണ് പറഞ്ഞത് എല്ലാവരും. ഇതങ്ങോട്ട് മെയിൻ വണ്ടി ആക്കാല്ലേ. അപ്പോൾ നമുക്ക് ഈ സൂപ്പർ കാറൊക്കെ എടുത്തിട്ട് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്യുന്നത് ഭയങ്കര മോശമല്ലേ? മോശമല്ല, ഒരു ഇതല്ലേ. നമുക്കിത് മോഡിഫൈ ചെയ്യണമെന്ന്. നമുക്ക് വീഡിയോൻ്റെ അവസാനം ഇത് മോഡിഫൈ ചെയ്യാം. ഇത് സീന്, ഇത് ഭയങ്കര വലുപ്പം, ആളെ കാണണം കൂടില്ല. ഇതിവിടെ കിടക്കട്ടെ തൽക്കാലം. വണ്ടിക്ക് സ്പീഡൊക്കെ കുറവാണ്, പക്ഷെ നമുക്ക് പേഴ്സണൽ യൂസിന് അത് മതി. അയ്യോ പിടിച്ചത്. നമുക്ക് മാർക്കറ്റ് പ്ലേസിലൊന്ന് പോയി നോക്കാം. നമുക്കിന്ന് സൂപ്പറാക്കാം. സൂപ്പറാണ് കഴിഞ്ഞ വീട്ടിൽ അങ്ങോട്ട് ഒരാൾ പറഞ്ഞതെന്ന് തോന്നുന്നു. എത്ര സൂപ്പർ ഉണ്ടെന്ന് അറിയില്ല എൻ്റെ കയ്യിൽ. ഉള്ള സൂപ്പർ എന്തായാലും വെക്കാം. നല്ല വില കൂടി വണ്ടിയാണല്ലേ. 52,000 ഉള്ള ഇല്ല ഞാൻ ലക്ഷങ്ങളുടെ വണ്ടി മാത്രം. പിന്നെ സൂപ്പർ ഇത് ആവശ്യമുണ്ട്. ഡാമേജ്ഡ്. ഇത് നമുക്ക് ഇനി ഡോഡ്ജിൻ്റെ ഇതിന് ആവശ്യമുള്ളതാണ്. 30,000 സെറ്റല്ലേ? ഇല്ലേ, സെറ്റല്ലേ? 23 19. അത്രയേ ഉള്ളൂ. റിപ്പയർ അവിടെ വേണം. അല്ലെങ്കിൽ നമുക്കിന്ന് ഓഡിയുടെ ഡീലർഷിപ്പ് ആയാലോ? നല്ലത് ചേട്ടാ. ഐ തിങ്ക് നമ്മളെ സൂപ്പർ അത്യാവശ്യം ഇല്ല. അത്യാവശ്യത്തിന് ഇല്ല എന്നല്ല, നമ്മളെ കയ്യിൽ കുറവാണ് വണ്ടി. ഇവിടെയും സൂപ്പർ കാണുന്നില്ലെന്ന്. ഇന്ന് ഓടിയാക്കാം. ഓടി മതി. ഇതിന് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അവിടെ കേട്ടെ. ഇതെന്തരാടാ കാണിച്ചു വെച്ചിരിക്കുന്നത്? നീ ചെയ്താണത്? അടക്കാം. 55,000 58. കാശുണ്ട് എൻ്റെ കയ്യിൽ, ഒരു പ്രശ്നമല്ല. അത്രയേ ഉള്ളൂ. ഈസി. നല്ല വണ്ടിയാണ്. നമുക്ക് ഇനി വിൻറ്റേജ് കാർസിൻ്റെ ഒരു ഡീലർഷിപ്പ് തുടങ്ങാം. അത് നമ്മൾ ഓൾറെഡി തുടങ്ങി കേട്ടോ. വിൻറ്റേജ് ഓൾറെഡി നമ്മൾ തീർത്തതായിരുന്നു. എന്നാലും ഇട്ടേക്കാം. ഇതൊക്കെ ഇനി ലാസ്റ്റ് നമുക്ക് വണ്ടി നിരത്തിയിട്ട് വെക്കാനുള്ളതാണ്. കാശുണ്ടല്ലോ. അതെടുത്ത്. ഈ വണ്ടിക്കൊന്നൊരു പ്രശ്നമില്ല. ഇത് വേണ്ട. അയ്യോ, ഞാൻ പ്രാവശ്യം എടുത്ത് കുടുങ്ങിയതാ. അപ്പോൾ ഓക്കെ, എനിക്കൊന്ന് സൂപ്പറൊന്നും കിട്ടിയിട്ടില്ല. വേണമെങ്കിൽ നെയ്ബർഹുഡിലൊന്ന് പോയി നോക്കാം സൂപ്പർ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അവിടെ സൂപ്പർ ഇല്ലെങ്കിൽ ഒന്നും ചെയ്യല്ല കേട്ടാ. നോ സൂപ്പർ. അയ്യോ, വണ്ടിയും കൊണ്ടുവരായിരുന്നു. ഓടി നടന്ന് ഞാൻ വിധവും.
ഒരു വണ്ടി വീട്ടിൽ കൊണ്ടു പറഞ്ഞല്ല ഈ ഇവിടെ വരുമ്പോൾ മാത്രം യാത്ര ചെയ്യാൻ. ഏതാ എടാ ഇതേതാ പുതിയ വണ്ടി? ഓടി 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 കണ്ട ഓടി കിട്ടുന്നുണ്ട് ഇഷ്ടം പോലെ. നമുക്കൊന്ന് ഓടി തന്നെ ആയിക്കോട്ടെ. എടേ ഓടി ടീറ്റിന് എത്ര വില കുറവ്? ഓ ഈ വണ്ടിക്കാ വില കുറവാ, മറ്റേ കവർ ചെയ്ത വണ്ടിക്കാണ് വില കൊടുത്തിട്ട്. പക്ഷേ വണ്ടിക്ക് കൊടുക്കാത്ത സ്പീഡാ. ആ സൂപ്ര സൂപ്രട്ടി കേട്ടോ ഒരു സൂപ്ര 62 54 അങ്ങനെ പറയരുത്. ലാസ്റ്റ് 54,000 അത്രേ ഉള്ളൂ. ഇതിന് പ്രശ്നമുണ്ട്. ഒരു സൂപ്പറും കൂടെ കിട്ടിയാൽ നമുക്കിപ്പോൾ എവിടെ ഓക്കെ. ഓ നമ്മള് ജിമ്മിന്റെ പരസ്യം വെച്ചിരിക്കുന്നുണ്ട് അവിടെ. ജിമ്മില് കുറച്ച് പണി ചെയ്യാണ്ടിഞ്ഞി. നമ്മളെ കയ്യിലേ 4 സൂപ്പർ മൊത്തം 4 നമുക്കൊരു കാര്യം ചെയ്യാം. എവിടെ മാറ്റടാ ബാക്ക് ചെയ്ത് വണ്ടി റിവേഴ്സ് എടുക്കുന്നുണ്ടില്ലേ? എടുത്തോണ്ട് പോടാ നിന്റെ കാറ്. ഓക്കെ സെറ്റ് അവിടെ എടുക്കട്ടെ. അവിടെ ഓടിയാണ് എൻ്റെ കയ്യിൽ കൂടുതലുള്ളത്. 5 ഓടിയുണ്ട് എൻ്റെ കയ്യിൽ. ഓടി മതി ഇന്ന്. ഇത് രണ്ടും പണിക്കയറ്റാം. സൂപ്പറൊക്കെ പണിയുണ്ടാ? ഓക്കെ സൂപ്പറൊക്കെ പണിയുണ്ട്. ഇവിടെ പണിപ്പോൾ തീരുന്നതാണ്. നേരെ ഈ സൂപ്പർ ഓണായിട്ട് ഫസ്റ്റ് സൂപ്പർ അത് കയറ്റാം. ഇവിടെ മോഡിഫൈഡ് സൂപ്പർ എടുത്ത് നടുക്കിടണം. സൂപ്പർ വേണ്ടല്ലേ? സൂപ്പർ ഓടിയ എനിക്ക് കൺഫ്യൂഷനാണ്. അപ്പോൾ ഇന്ന് മതി. ഉറപ്പിച്ച് ഇന്ന് ഓടിയാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. ഓടി ഇവിടെ പണി തീർന്നില്ലേ? ഇത് ഞാൻ കൊണ്ടുപോകുന്നു. ഇവിടെ ഡീലർഷിപ്പിൽ ആളൊന്നും നിൽക്കുന്നടാ. അയ്യോ കുഴപ്പമില്ല, കുറച്ചേരം നിൽക്കട്ടെ. ഓ ഈ വണ്ടി വേണല്ലേ? ഈ വണ്ടി മോഡിഫൈ ചെയ്തിട്ട് ഇതൊക്കെ പൊളിഞ്ഞിരുന്നു. ഡോഡ്ജ് ചാർജർ ഒരാള് ഇപ്പൊ പോകും മിക്കാറും. പുതിയ ആള് വരുന്നുണ്ട്. ഒരാൾ പോയ അടുത്ത ആൾ. അത്രേ ഉള്ളൂ. ഈസി. 5 ലക്ഷം 5 ലക്ഷം ഇല്ല 5 ലക്ഷം 5 ലക്ഷത്തിന് എടുക്കുമെങ്കിൽ എടുത്തിട്ട് കൊണ്ടോക്കാം. അത്രേ ഉള്ളൂ. വണ്ടി പോയി 5 ലക്ഷത്തിന്. വിൻറ്റേജ് വണ്ടി നീങ്ങുന്നില്ലല്ലേ? ഞാൻ ഉറപ്പിച്ചേട്ടാ. ഇന്ന് ഓടിയാണ് നമ്മളെ ഇത്. ഇനി ഇങ്ങോട്ടില്ല ഓടി തന്നെ ഫിക്സ്ഡ്. ഫസ്റ്റ് നമുക്ക് നമ്മുടെ അകത്ത് ഓടി കയറ്റിട്ടെ. നമ്മൾ ഇവിടുത്തെ ഓടി എടുത്തിട്ട് നടക്കൊണ്ടിടണം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടാസ്ക്. അയ്യോ പിടിച്ചിരുന്ന ഈ വണ്ടി കൊടുക്കത്ത പവർ. റേസിംഗ് സ്പെക്കാന്ന് തോന്നുന്നു കേട്ടോ വണ്ടി. അവൻ കഴുകോ? ഇല്ല, ഞാൻ തന്നെ കഴുകണം. ഓക്കെ ഇനി നമുക്ക് ഈ വണ്ടി എടുത്തിട്ട് മോഡിഫൈ ചെയ്യണം. ഇതിന് പണി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, പണിയൊന്നുമില്ല. റെഡ് അടിക്കാം.
മച്ചാനെ റെഡ് അടി. ധരിച്ചോ. വണ്ടി മോഡിഫൈ ചെയ്ത കാശ് കൊടുത്തിട്ടെന്ന് പറഞ്ഞു എൻ്റെ ആള്. ഏതോ വീഡിയോൻ്റെ കമൻറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ കാശ് കിട്ടുന്നതിന് ടീമത്തിൽ പണിയെടുക്കണം, അതാണൊരു പ്രശ്നം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് റേസിംഗ് സ്പെക്ക് കയറ്റാം. എടാ അവിടെ ആളുടെടാ. ബാക്കിയില്ല. ഇത് ഓൾറെഡി കിറ്റ് കയറ്റിണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ സെറ്റ്. ഇനി അടുത്ത വണ്ടി വെക്കാനിടുന്നില്ല. ഇപ്പോൾ വെക്കാൻ നമുക്ക് ലാസ്റ്റ് ഇടാം. ഈ വണ്ടിക്ക് പണിയുണ്ടോ? ഓ ഒരു വൈറ്റ് കാർ കിടക്കട്ടെ. ഞാൻ വീഡിയോ വെറുതെ ലെങ്ത് ആക്കുന്നില്ല. എന്തിനാ വെറുതെ? ഒരു ബ്ലാക്കും കിടക്കും. എടാ കഴുകാൻ പോവല്ലേ? കഴിക്കോ. ഇതിനൊക്കെ പണി ഉണ്ടാണോ? പെയിന്റഡ്. ഓ ഇത് പെയിന്റ് അടിക്കണം. നമ്മളെ വണ്ടിയല്ലേ ഇത്? റിപ്പയർ ചെയ്താണാ? ഓ അല്ല, ചെയ്. ഓക്കെ ഇത് പോട്ടെ. ഇത് പെയിന്റ് അടിക്കണം. അങ്ങനെ പെയിന്റ് അടി, പച്ചടി. എടാ രാത്രി എടാ. ഓ ഏതാ? കത്തി നിൽക്കുന്നു കേട്ടോ വണ്ടി. BMW പച്ചാണ്. വണ്ടി ഇനി മോഡിഫൈ ചെയ്യാൻ പറ്റത്തില്ല രാത്രിയില്. ഓക്കെ അതും സെറ്റ്. ബ്ലാക്ക് ഉണ്ടല്ലേ? ബ്ലാക്ക് കൂടി കൂടുന്നിറട്ടെ. നമ്മളെ ട്രക്ക് മോഡിഫൈ ചെയ്യാനുണ്ട്. അത് ലാസ്റ്റ് നമ്മള് എല്ലാ വണ്ടിയും സെയിൽ ചെയ്തിട്ട് മറന്നില്ലെങ്കിൽ ചെയ്യാം. മറന്നാ പിന്നെ അടുത്ത വീഡിയോയില്. മറന്നാ പിന്നെ ഞാൻ എന്ത് ചെയ്യാനേ? ഓക്കെ ബ്ലാക്ക് സെറ്റ്. ഓടി 8 അല്ലേ ഇത്? A7 ഏതാണോ? 7 8 കണ്ട. അവിടെ എന്നാ എനിക്ക് ഇതുവരെ GTR കിട്ടിയില്ലടാ. GTR ആണ് ഞാൻ ആഗ്രഹിക്കുന്ന വണ്ടി. കിട്ടുന്നില്ല വണ്ടി. ഓക്കെ സെറ്റ്. ഇനി എത്ര വണ്ടി ഉണ്ട്? ഓ 2 വണ്ടി കൊണ്ടല്ല. നമുക്ക് ഉറങ്ങിയിട്ട് വരാം. ഉറങ്ങണതിൻ്റെ മുമ്പ് ഇവിടെ കൊടുന്നിരട്ടെ. അല്ലെങ്കിൽ വെറുതെ സമയം വേസ്റ്റ് ആവും. ഇതൊക്കെ നാളെ രാവിലെ ചെയ്യാൻ തന്നാലും ടൈം പോവും. അടുത്ത വീഡിയോയിൽ നമുക്ക് സൂപ്പർ ചെയ്യാം കേട്ടാ. അടുത്ത വീഡിയോ സൂപ്പറാണ്. സൂപ്പറാ. കൊടുന്നടാലോ. പോർഷെ ചെയ്യണ്ടല്ലേ? പോർഷെ. പിന്നെ ചാർജർ അതും കൂടി തീർന്നിട്ട് വേണം നമുക്ക് കാർ ഫോർ സൈഡിൻ്റെ ഇത് നിർത്താൻ. ആ നിർത്തുന്നതിന് മുമ്പെങ്കിലും എനിക്കൊരു ഇത് കിട്ടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. മറ്റേ GTR എടുക്കുന്നുണ്ട്. ഉറങ്ങട്ടെ. ഗുഡ് നൈറ്റ്.
നമ്മളെ ലൈക്ക് അടിച്ചായിരുന്നാ ഇറങ്ങി വരുമ്പോഴത്തേന് ലൈക്ക് അടിക്ക്. 1,64,000 നഷ്ടാ. ആ വണ്ടി കുറെ വാങ്ങിയല്ലേ. യു ഹാവ് അൺപെയ്ഡ് ബിൽസ്. ഒന്നും കുഴപ്പമില്ല. പെട്ടെന്ന് പോയി പെയിൻ്റ് അടിക്കട്ടെ. ഇനി എന്തൊക്കെ പെയിൻ്റ് അടിക്കാനുള്ളത്? പച്ചയായി, വൈലറ്റായി, ഓറഞ്ച്. അല്ലേ വേണ്ട, മഞ്ഞ. ഓക്കെ. എന്താ തളങ്ങട വണ്ടി. ഇതൊക്കെ വിറ്റ് എത്ര രൂപ ആയിരിക്കും? നമുക്ക് ഇന്നൊരു ടോട്ടൽ എത്ര രൂപ ആവും? 25 ലക്ഷം ഉണ്ട് എൻ്റെ കയ്യിൽ. 25 ലക്ഷം. ഒന്നോ എന്താ ഒരു വണ്ടി കൂടി വേണം എനിക്ക് കൂടി, അല്ലെങ്കിൽ മാച്ച് ആവില്ല. പക്ഷെ 7 വണ്ടി ഉണ്ട് നമ്മളതിൽ. 7 വണ്ടി. പിന്നെ ഒരു വെറൈറ്റി കളർ അടിക്കണല്ലേ. തന്നെ അടി പിങ്ക് അടിച്ചല്ലേ. സെറ്റ്. മെറ്റാലിക് സെറ്റ്. ഹൈ എന്താ രച്ചോ. സിൽക്കാണ്, സിൽക്ക്. അവിടെ ഒരു ഓടിപ്പോൾ എവിടുന്ന് നമ്മൾ ഒപ്പിക്കും. ഐ നീഡ് 1 more ഓടി. എവിടെയും പോയി നോക്കട്ടെ. നെയ്ബർഹുഡിൽ പോയി നോക്കാം. വണ്ടി എടുത്തോണ്ട് പോ. നെയ്ബർഹുഡ് അതാ എളുപ്പം. അകത്തുനിന്നുള്ള സൗണ്ട്. എടാ അയ്യോ വണ്ടി നിന്ന് ചോടാ. ഞാൻ ഇന്ന് പുറത്തോട്ട് നോക്കിയതാ, ഇറങ്ങിപ്പോയി വണ്ടി. ഇത് പക്ഷെ കുഴപ്പമില്ല, വണ്ടി ഓട്ടോമാറ്റിക്കാ നിന്നവിടെ. അയച്ചാൽ മരത്തം പിടിച്ച് വണ്ടി ആകെ പൊളിഞ്ഞ് നശിച്ചെന്നു. നെയ്ബർഹുഡ് എത്തി. ഒരു ഓടി കിട്ടിയാൽ മതിയായിരുന്നു ഇവിടുന്ന്. ഏതാ കറക്റ്റ്. അമ്മച്ചി എത്രയായാലും വേണ്ടില്ല, വണ്ടി എടുത്തോ, പാക്ക് ചെയ്തോ. അല്ല അമ്മച്ചി അല്ലേ, അപ്പച്ചൻ പാക്ക് ചെയ്ത വണ്ടി. 22,000. അങ്ങോട്ടില്ല ഫിക്സഡ് ആണോ? അങ്ങനെയാണെങ്കിൽ 23. അതും പറ്റില്ലേ? ഓക്കെ സെറ്റ്. വണ്ടിക്ക് ഡാമേജ് ഉണ്ട്. റിപ്പയർ സ്റ്റേഷന് പോട്ടെ. എടാ വണ്ടിമ്മ കൂടുന്നു. പോടാ അടുത്തോണ്ട് പോടാ. എന്തായാലും വന്നല്ലേ, ഒന്ന് നോക്കിയിട്ടല്ലേ വണ്ടിയൊക്കെ ഒന്ന് കണ്ടിട്ടിപ്പോ. വണ്ടി ഡാമേജായി. BMW ഓൾറെഡി തീർന്നതാ. അത് വേണം. ആ ബസ്സിന്റെ ട്രക്ക് ഡീലർഷിപ്പ് തുറക്കണം ഒരു ദിവസം, പറയൂ. അങ്ങനെ നമുക്ക് ട്രക്ക് കളക്ട് ചെയ്യാൻ തുടങ്ങണം. എന്നാലേ ട്രക്ക് ഡീലർഷിപ്പ് തുടങ്ങാൻ പറ്റൂ. ഈ വണ്ടി ആവശ്യമുണ്ട്. ഈ വണ്ടി ചാർജർ പാക്ക്. അയ്യോ എന്തൊരു വണ്ടിയാണോ ഇത്, പൊളിച്ചു വെച്ചിരിക്കുന്നല്ലേ. പണിയാൻ തന്നെ കൊടുക്കണം ഞാൻ കുറച്ച് കാശ്. അപ്പം അയ്യോ വണ്ടി എൻ്റെ പൊളിഞ്ഞു. അപ്പം
ഇനി നമുക്ക് പോയിട്ട് ബില്ലടക്കാണ്ട് ആ വണ്ടി ഒന്ന് പണിഞ്ഞ് വെക്കണം. അത്രയേ ഉള്ളൂ പണി. പരിപാടി തീർന്നു. ഈ വണ്ടിക്ക് ഏത് കളർ അടിക്കണം? അല്ലേ വേണ്ട, നമുക്ക് അടുത്ത വീഡിയോയിൽ ഈ വണ്ടി പണിയാം. ഈ വണ്ടിക്ക് ഏത് കളർ അടിക്കണം എന്നൊക്കെ കമൻറ്റ് ചെയ്യൂ. കമോൺ. ഈയോടാ എന്തായാലും പണിയാൻ കറ്റുള്ളതാ, കുഴപ്പമില്ല. തന്നെ വേം പണി ആവശ്യമുള്ളതാ, വെക്കാനുള്ളതാ. ഇതും കൂടി കുറച്ച് ടൈം എടുക്കുമായിരിക്കും അല്ലേ. നേരെ പണിയുന്നു, അകത്തു കൊണ്ടിടുന്നു, നമ്മൾ സെയിൽ ആരംഭിക്കുന്നു. ഇറക്കിക്കോ, വണ്ടി കഴിയട്ടെ. ഓക്കെ, അങ്ങോട്ടല്ല അങ്ങോട്ട്. വണ്ടിക്ക് എന്താടെ ഒരു ചാട്ടം പറ്റിച്ചെന്നവൻ. ഇത് മതി. അത്രേ ഉള്ളൂ. സെറ്റ്. വെറൈറ്റി കളേഴ്സ് ഓൺലി. എൻ്റെ വണ്ടി ഒന്ന് പണിയാൻ കറ്റട്ടെ. ചെറിയ വണ്ടി ഒന്ന് പണി, കുറച്ച് ചെറിയ പണിയുള്ളൂ നമുക്കപ്പോ. നമ്മൾ വിചാരിച്ചതുപോലെ കുറെ കാർസ് ആയിട്ടുണ്ട് നമുക്ക് കേട്ടാ. ഇത് നമ്മുടെ വിജയം. നമ്മൾ വിറ്റിൽ ഏറ്റവും കൂടുതൽ കാർസ് ഉള്ളതാന്ന് തോന്നുന്നു കേട്ടാ. ഓടിയോ അതിങ്ങനെ സാധിക്കുന്നുണ്ടെ കൊണ്ട്. കറക്റ്റ് കണ്ട നേരെ കിടന്ന് വണ്ടി. എടാ മോനെ, ഇവിടെ എൻ്റെ ടാബ് ഫോട്ടോ എടുക്കട്ടെ. സെറ്റ്. ഇനി എല്ലാം അങ്ങോട്ട് വെക്കാടാ നമുക്ക്. ഇവിടുന്ന് തുടങ്ങും. മഞ്ഞോടിക്ക് 24,000 ഞാൻ ഇരട്ടി വിലയിട്ട് 50,000 ഇടുന്നുണ്ട്. ഇതിൽ കാണിക്കുന്നതിൻ്റെ ഇരട്ടി വില ഇടും കേട്ടാ. ബൈ പ്രൈസ്. എടാ ഞാൻ നേരത്തെ വണ്ടി വിറ്റതപ്പോൾ നഷ്ടത്തിനായിരുന്നു കേട്ടാ. ഫസ്റ്റത്ത് നമ്മൾ ലംബോർഗിനി വിറ്റത് 42,000 വരെ കിട്ടുന്നതാണ് കാണിക്കുന്നത്. കുഴപ്പമില്ല, വാങ്ങിയ കാശിൻ്റെ ഇരട്ടി അത്രേ ഉള്ളൂ. ഓടി ടി 36,000 വരെ കിട്ടും. അപ്പം നമ്മളും ഇതിന് 9,000 ഇടും. 20,000. ഇത് 40,000, 50,000. മറ്റേത് 2 കോടിക്ക് നല്ല റേറ്റ് കിട്ടും കേട്ടാ. ഇതേ 4,70,000. ഞാനൊരു 10 ലക്ഷം ഇടുന്നതിന്. എത്ര കോച്ചുണ്ടത്? 50,000. ഇതിന് 50,000. 50,000. ഓക്കെ. എടാ അയ്യോ, ഇത് ഞാൻ വെക്കാട്ടാ. പർപ്പിൾ കാർ എവിടെ? ഞാൻ വെക്കാട്ടിട്ടില്ല. ഓക്കെ. എടാ ഞാൻ വെക്കാട്ടത് ഇത് മാറിപ്പോടാ. അത് വെക്കാനുള്ള വണ്ടിയല്ല. അത് നോട്ട് ഫോർ സെയിൽ. ഓക്കെ, ഇതാണ് നമ്മളെ വണ്ടി. മറ്റേ വണ്ടി എടുത്ത് വെക്കാം. അവിടെ ഉണ്ട്. എവിടെ ഇത്? ഇത് തന്നെ 50,000. ആൾക്കാരൊക്കെ നിറഞ്ഞു. ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങാം. 50,000. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. 50,000. ഓക്കെ, പറ്റുമെങ്കിൽ കൊണ്ടുപോയിക്കോ. ഒരു ലാസ്റ്റ് ആയിട്ടൊരു 47,000 പറയും. ഓക്കെ, അതെടുത്ത് കണ്ട ഐസി 30,000. ഇത് ഞാൻ പെയിൻ്റ് അടിക്കാത്ത വണ്ടിയല്ലേ. ഒരു 40,000. 36,000. 35,000 ലാസ്റ്റ്. അയ്യോ എടുക്കുന്ന അത്രേ ഉള്ളൂ.
പൊക്കോ. ഓ ഇതാണ് എന്നെ റിച്ച് ആക്കാൻ പോകുന്ന വണ്ടി. 10 ലക്ഷം. യെസ് 10 ലക്ഷം. ആഹാ 9 ലക്ഷം. നോ ഡോണ്ട് സെൽ. പൊക്കോ. അവിടെ ഈ വണ്ടിക്ക് എത്ര ആൾക്കാരാ? ഈ വണ്ടി ഞാൻ പെയിന്റ് ഒന്നും അടിച്ചില്ലല്ലോ. ബാക്കിലോട്ടൊന്ന് ചോദിക്കട്ടെ. 38,000 പറഞ്ഞവൻ. 36,000. 34,000. വൻ കൊള്ളാം. ഇവിടെ എത്ര 35. ചേട്ടൻ എത്ര? 36. അയ്യോ സെക്കൻഡ് ഉള്ളവനെ. മറ്റവൻ പോയി ചേട്ടാ. ബാർഗെയിൻ 40,000. അത്രേ ഉള്ളൂ. പൊക്കോ. പച്ച വണ്ടിയാണ്, നല്ല വണ്ടിയാണ്, നല്ല പെയിന്റ് ഒക്കെ അടിച്ച് നല്ല ഫ്രഷ് വണ്ടിയാണ്. അയ്യോ പോയി, അത് പറഞ്ഞേക്ക് പോയി. ആൾക്കാരൊക്കെ ഇറങ്ങിപ്പോന്നു. പെട്ടെന്ന് കാർ വെക്കണം. 32,000. ഇവിടെ പോടാ. അയ്യോ 35,000 ചോദിക്കും ഞാൻ. കിട്ടിയാ കിട്ടി. ഇവൻ 37,000 തരും. കേട്ടാ. അയ്യോ ഇത് ഡിമാൻഡുള്ള വണ്ടിയാ. എത്ര ചോദിക്കുന്ന നീ? 6,84,000. വേണ്ട, 7 ലക്ഷത്തിന് മുകളിൽ ചെയ്യണമെങ്കിൽ ഞാൻ കൊടുക്കും വണ്ടി. ഇല്ല, 6,84,000 വരെ ചോദിച്ചിട്ടുണ്ട്. കൂട്ടി ചോദിച്ചാൽ തരാം. തിരിച്ചുണ്ട് 8 ലക്ഷം. 10 ലക്ഷത്തിന് വെച്ച വണ്ടിയാണ്. 8 ലക്ഷത്തിന് തരാം. എന്താ പറയുന്നു? എടുത്തോ, ഈസി. നല്ല അടിപൊളി കളറാണ്, റയർ പെയിന്റ് ആണ്. 31. സോറി, നോ. കിറ്റൊക്കെ ഉണ്ട്. 41. അത്രേ ഉള്ളൂ. ഒറ്റ മൈൻഡ്. 46,000 ലാസ്റ്റ്. എടുത്തോ. അത്രേ ഉള്ളൂ. കൊണ്ടോ. പച്ച വണ്ടി, ലാസ്റ്റ് വണ്ടി. പറ എത്രയാണ്? 34,000. 40,000 ഒക്കെയാണ്. 40,000. അത്രേ ഉള്ളൂ. എടുത്തോ. അങ്ങനെ നമ്മൾ അതും കച്ചവടം തായി. അതങ്ങോട്ട് തീർത്തു. നമ്മൾ ഓടി അപ്പുറത്ത് കൊണ്ടുപോയിട്ട ഓടിയും തീർന്നപ്പോൾ നമ്മൾ 35 ലക്ഷം ഉണ്ടാക്കിയാട്ടാ. 35 lakhs. അങ്ങനെ നമ്മൾ 3 വണ്ടിയുടെ ഷോറൂം തുടങ്ങി. 3 സക്സസ്. വമ്പൻ കച്ചവടം. എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. സെറ്റായിരുന്നു. ഇതാണ് നമ്മൾ വിറ്റ വണ്ടികൾ. ഇതാണ് ഇനി വെക്കാനുള്ള വണ്ടികൾ. ഒരു മിനിറ്റ്. ഇതിൻ്റെ ഒപ്പം മറ്റേതൊന്ന് മോഡിഫൈ ചെയ്ത് കൊണ്ടുവരാണ്ടല്ലേ. പോയി ഇറങ്ങിയിട്ട് വരാം. ഇന്നത്തെ ലാഭം ഉണ്ടായി നമ്മളിപ്പോൾ കാണിച്ചു തരാം. നമ്മൾ ഓടി വിറ്റിട്ട് എത്ര കാശുണ്ടാക്കി എന്നുള്ളത് ഇപ്പോൾ കാണിക്കും കറക്റ്റ്. $10,45,000 നമ്മൾ ഓടി വിറ്റുണ്ടാക്കി. ഓടി. മാർക്കറ്റ് പ്ലേസ് ഈസ് ഓപ്പൺ. അതും കൂടി പോകാം. മിനിറ്റായി നമ്മളെ 29 മിനിറ്റായി. ഓക്കെ, സെറ്റ്. മാർക്കറ്റ് പ്ലേസിൽ പോയിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. അടുത്ത വീഡിയോയിൽ നമുക്ക് എന്താ മോഡിഫൈ ചെയ്യാം. സീനില്ല, കുറച്ച് വണ്ടി എടുക്കാണ്ട്. വിൻറ്റേജ് കാർസ്. അതിലേക്ക് വിൻറ്റേജ് കാർസ്. ബാർഗെയിൻ 38,000. അത്രേ ഉള്ളൂ. കൺഫേം. ഡാമേജ് മസ്താങ് ആവശ്യമുള്ളതാണ്. നമുക്ക് അടുത്തേക്ക് വരാനുള്ളൊരു വണ്ടിയാണത്. ഡീലർഷിപ്പ് കൊടുക്കാനുള്ളതാണ്. മസ്താങ് ഡീലർഷിപ്പ്. ഓക്കെ. എത്രയാണ് കാറിന് പറയുന്നത്? 54,000. 47,000. അത്രേ ഉള്ളൂ. ഈസി. എല്ലാം വാങ്ങിയിട്ടെ ഞാൻ. 71. 64. ഓക്കെ, സെറ്റ്. ഓഹോ, ലംബോർഗിനി. കാശുണ്ടാക്കാനുള്ള വണ്ടികളതൊക്കെ. അയ്യോ
ഒരു പൂജ്യം കുറഞ്ഞതാ, തെറി വിളിക്കരുത്. കിട്ടി. ആ സൂപ്പറാ, സൂപ്പറിനെ കിട്ടി. എടേ കാർ മാർക്കറ്റ് സകല കാർ ഞാൻ വാങ്ങിക്കൂല എങ്ങനെയാണെങ്കിൽ. 65,000, 57,000 അത്രേ ഉള്ളൂ. ഇതൊന്നും വേണ്ട, ഇത് വില കുറഞ്ഞ വണ്ടിയല്ലേ. എത്ര? 12 വേണ്ട. ഒരു മിനിറ്റ്, ഞാനവിടെ എന്തൊക്കെ ഇതാ ഫുള്ളാണ്, അത് നമുക്ക് മാറ്റിയിടണം. എന്നിട്ട് നമുക്കിത് കാർ ഡീലർഷിപ്പിലോട്ട് എത്തിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അയ്യോ, വന്ന സ്ഥലം മാറിപ്പോയി. അവിടെ എന്താ ഉള്ളത്? ഓ, എൻ്റെ വണ്ടി ഉണ്ടല്ലേ. അപ്പോൾ ഇതിന് നിങ്ങൾ പറഞ്ഞാൽ മതി, ഇതിന് ഇത് കളർ അടിക്കണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യും. റാപ്റ്റർ ഈക്വൽ ടു എന്നിട്ട് കളർ അടിച്ചാൽ മതി കേട്ടാ, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാകത്തില്ല. ശരി, എന്താ ഭയങ്കര സ്ലോ ആണ് കേട്ടാ റിവേഴ്സ് പോകാൻ വണ്ടി. ഇവിടെ എടുക്കട്ടെ. ഓക്കെ, അത് പണി കഴിഞ്ഞ് കാണുമല്ലേ. അതാരുടെ വണ്ടി? ഇവിടെ എൻ്റെ വണ്ടി വരുന്നുണ്ട്, നിങ്ങൾ എന്തിനു കാണിക്കുന്നു? എത്ര ഉണ്ട് നമ്മളില്? ലൈറ്റ് ഉണ്ട് ഈ വണ്ടി. ഇതിനെ നമുക്ക് നിർത്തിട്ട് വെക്കാനുള്ള വണ്ടികളാ, കുഴപ്പമില്ല. നമുക്ക് പിന്നെ വർക്ക് ചെയ്യാം. ഇതൊക്കെ മാറ്റിട്ടാലേ അവിടെ കിടക്കുന്ന വണ്ടി ഇവിടേക്ക് എത്തിക്കാൻ പറ്റുള്ളേ. വിൻറ്റേജ് സീരീസ് നമുക്ക് ഒന്നുകൂടെയും തുടങ്ങാം. നമ്മളന്ന് മറ്റേ 2 നില ബിൽഡിംഗ് ഉള്ളപ്പോഴല്ലേ വിൻറ്റേജ് തുടങ്ങിയത്, അത് അങ്ങനെ കണ്ട് ശരിയായിട്ടുണ്ടായിരുന്നില്ല. മസ്താങ്ക് എവിടാ? അല്ല, മസ്താങ്ക് അല്ല, സൂപ്പറ. ഓക്കെ, സെറ്റ്. മസ്താങ് കൂടി കൊണ്ടുപോയിട്ട. മസ്താങ് എത്രണ്ണായി? സൂപ്പർ ഇപ്പൊ അത്യാവശ്യമായി കേട്ടാ. സൂപ്പർ 5 എണ്ണായി. അടുത്ത് അപ്പോൾ സൂപ്പർക്ക് നമുക്ക് ഇനി പ്രത്യേകിച്ച് വണ്ടി നോക്കേണ്ട ആവശ്യം വരില്ല. അവിടെ കിടക്കുന്നുണ്ട് എത്തിച്ചാൽ 6 എണ്ണായി. ഇനി കിട്ടിയ കൂട്ടാം, ഇത്രേ ഉള്ളൂ. സൂപ്പർ 5. ഞാനൊന്ന് അവിടെ പോയി നോക്കട്ടെ. കാർ ഡീലർഷിപ്പത്തെ വണ്ടി ഓക്കെ, ഇവിടെ എത്തിക്കാൻ പറ്റും. സൂപ്പറാ. കാർ മാർക്കറ്റ് ഡീലർഷിപ്പ് എന്ന് പറഞ്ഞു, മാർക്കറ്റ്. വിൻറ്റേജ് വണ്ടികൾ പ്രശ്നമാണ്, ഇതിനും പ്രശ്നമാണ്, ഇതിനും പ്രശ്നമാണ്. ഇവിടെ എടുത്ത വണ്ടി മൊത്തം ചവറാണ് കേട്ടാ, ഇതിനും പ്രശ്നമുണ്ട്. വേറെ ഒന്നും എടുത്തില്ലല്ലോ നമ്മള്. ഓക്കെ, അപ്പം സെറ്റ്. അപ്പം നമ്മൾ അത്രയും വണ്ടി എടുത്ത് അതൊന്നും പോയി ഒതുക്കിയിടാണ്ട് നമുക്ക് ഇവിടെ പോയി നോക്കണേ. നൈബർഹുഡിൽ ഇന്നത്തെ കാർസ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. വേണ്ട, നമുക്ക് പിന്നെ നോക്കാം. അപ്പം ഞാൻ ആ വണ്ടിയൊക്കെ ഒന്ന് ഒതുക്കിയിടട്ടെ. സൂപ്പർ. അപ്പോൾ ഇഷ്ടം പോലെ ആയി, ഇഷ്ടം പോലെ. 6 സൂപ്പർ ഫോർ സെയില് നമ്മുടെ ഡീലർഷിപ്പിൽ. പിന്നെ നമുക്ക് കൊടുത്തേക്ക് കൊടുന്നിട്ട് വെക്കാനുള്ള വണ്ടിയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ വർക്കൊന്നും ചെയ്യുന്നൊന്നുമില്ല ഞാൻ. അല്ല, ഇപ്പോൾ വെക്കണ്ട, നമുക്ക് ലാസ്റ്റ് വെക്കാം. ഇതെവിടെ ഞാൻ കൊണ്ടുപോയി ഇടും വണ്ടി? ഇതിൻ്റെ അകത്ത് കിടക്കട്ടെ. അവിടെ കേട്ടെ. വിൻറ്റേജ് നമുക്ക് വിൻറ്റേജ് വന്ന് വിൽക്കുന്ന ടൈമിനൊക്കെ പണിയാം. വണ്ടികൾ നല്ലപോലെ ഇതാക്കാനുണ്ട്. എല്ലാ വണ്ടിക്കും നല്ല പണിയുണ്ട്.
അതും സെറ്റ്. അപ്പോൾ ഓൾ സെറ്റ്. അപ്പം ഞാൻ വീഡിയോ നിർത്തുക, ഈ വണ്ടി പ്രിപ്പയർ ചെയ്യാനിട്ടിട്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് സുപ്ര തന്നെ ചെയ്യാമെന്നാണ് എൻ്റെ ഒരു ഇത്. നിങ്ങളിനി പറ കേട്ടോ, വേറെ വല്ല വണ്ടി മതിയെങ്കിൽ വേറെ വല്ല വണ്ടി ആണെങ്കിൽ ഓക്കെ പറയാം. പിന്നെ ഞാൻ പറയാം, മറ്റേ വണ്ടി ഇനി ഡയറക്റ്റ് വെക്കണോ അതോ പെയിൻ്റ് അടിച്ചിട്ട് ഡയറക്റ്റ് വെക്കണോ അതോ ഇനി മോഡിഫൈ ചെയ്യണമെങ്കിൽ മോഡിഫൈ ചെയ്യാം. നിങ്ങൾ പറഞ്ഞാൽ മതി, കുഴപ്പമില്ല. കുറച്ചും കൂടി ലെങ്ത് ആവുന്നുള്ളൂ മോഡിഫൈയുടെ ടൈം കൂടി കൂട്ടിയിട്ട്. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് കാണാം. ബില്ലടക്കാണ്ട്, ബില്ലടിച്ചിട്ട് അടുത്ത വീഡിയോയിലോട്ട് പോകാം. അല്ല, അടുത്ത വീഡിയോ കാണാം. ബിൽ എത്ര രൂപ ബില്ല്? 1,38,000, 39,000. ഓ ഓക്കെ. അപ്ഗ്രേഡ്സ് ഇവിടെ കുറച്ചും കൂടി പാർക്കിംഗ് ഇത് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അപ്പോൾ ബൈ ഗൈസ്, എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ, ടാറ്റ. ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടാറ്റ.